എവരിവൺ, വെൽക്കം ടു സെവിൻ വ്ലോഗ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെസേർട്ട് സഫാരിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഡേറ എന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഡേറ ട്രാവൽ ഏജൻസി വഴിയാണ് നമ്മുടെ ഡെസേർട്ട് സഫാരി നടത്തുന്നത്. ഇത് ഏകദേശം ഇപ്പം എന്തോരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പോയി നോക്കുവാണ്. 125 ദിർഹമാണ് നമുക്ക് ഇതിനുള്ള എക്സ്പെൻസ് വരുന്നത്. ഇത് വലിയൊരു ജേർണിയാണെന്ന് തോന്നുന്നില്ല. ഓരോ ഏജൻസീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ട്രാവൽ എങ്ങനെയാണ്, അത് എത്രമാത്രം എൻജോയ്മെൻ്റ് ഉണ്ട്, എത്രയൊക്കെ പ്രോഗ്രാം ഉണ്ടെന്നുള്ളത്. എന്തായാലും നമ്മളിന്ന് പോയി നോക്കുകയാണ്. അടിപൊളി ദുബായ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ചെറിയ ചൂടുണ്ട് ഇവിടെ, എന്തായാലും കുഴപ്പമില്ല. നമ്മൾ പോകുന്നു, നമ്മുടെ ജേർണി നമ്മൾ എൻജോയ് ചെയ്യും. നമ്മളിപ്പോഴും യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിവിടുന്ന് ഏകദേശം 45 മിനിറ്റ് ജേർണി സഫാരി ഡെസേർട്ട് സഫാരിയുടെ അങ്ങോട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിലേറ്റീവ് നിതിൻ അവിടെയുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാരഥി സുജിത്ത് എന്ന് പറയുന്ന ആളാണ്, കാസർഗോഡുകാരനാണ്. അപ്പോൾ നമ്മൾ എന്തായാലും പോയി നോക്കുവാണ്. നമുക്ക് ഒരു 3-4 പേരെ കൂടെ പിക്ക് ചെയ്യാനുണ്ട്. നമ്മൾ പോകുന്ന വണ്ടി ലാൻഡ് ക്രൂസറാണ്, കാരണം 4x4 ആണ് ഡെസേർട്ട് സഫാരിക്ക് നടക്കുകയുള്ളൂ. അപ്പം അത് നമുക്ക് എന്തായാലും പോയി എൻജോയ് ചെയ്യുന്നു. നമ്മളിപ്പം അൽ മദാം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന മൊത്തം ഈ കോഡ് ബൈക്കുകളാണ്. ഇതിലൂടെ ഒത്തിരി ആൾക്കാർ ഓടിക്കുന്നുണ്ട്. ഇത് ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സിംഗിൾ സീറ്റ് 150 ദിർഹം, 2 സീറ്റർ വരുമ്പോഴത്തേക്കും 250 ദിർഹമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ഡബിൾ സീറ്റ് 2 പേരുണ്ടെങ്കിൽ ഡബിൾ സീറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം. അതിനുള്ള ബുക്കിംഗ് സെൻ്ററാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും ഇത് ഡെസേർട്ട് സഫാരി എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നവരാണ്. നമ്മളൊരു കോഡ് ബൈക്ക് എടുത്തിരിക്കുകയാണ്. ഇത് ഓടിച്ചോണ്ടിരിക്കുകയാണ് കോഡ് ബൈക്ക്. സ്റ്റക്കായി പോയിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി റിവേഴ്സ് എടുത്ത് വീണ്ടും പോവാണ്. അധികം കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ കയ്യിൽ പോകും കേട്ടോ.
ബ്രേക്കാണുള്ളത്, രണ്ട് സൈഡിലും ബ്രേക്കാണ്. ഇതാണ് ജസ്റ്റ് ആക്സിലേറ്റർ. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി മുന്നോട്ട് പോകും. ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4 വീലുണ്ട് ഇതിന്. ഇപ്പോൾ 2 പേർക്ക് ഇരിക്കാവുന്നതാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത്, ഞങ്ങളുടെ കൈ കിട്ടിയേക്കുന്നത്. ഇപ്പം നല്ല കൺവീനിയൻ്റ് ആണ് ഓടിക്കാൻ, ഫുള്ള് കൺട്രോളുണ്ട്. ഇത് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. അപ്പോൾ ഇത് ആക്സിലേറ്റർ ഞെക്കി കൊടുക്കുക, ആവശ്യം വന്നു കഴിഞ്ഞാൽ 2 സൈഡിലും ബ്രേക്ക് ഞെക്കിക്കൊള്ളുക. കോഡ് ബൈക്ക് ശരിക്കും എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലമൂർ മോട്ടോർ സൈക്കിളിൻ്റെ ഇവിടെ നമുക്ക് ഇവിടെ വന്ന് ബുക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒത്തിരി ബഗ്ഗിയൊക്കെ കിടപ്പുണ്ട്. പോകുന്നതിന് മുമ്പ് കാറ്റ് അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എയർ നമ്മൾ ഇച്ചിരി അഴിച്ചു വിടണം, എന്നാലും അത് നമുക്കത് സൈഡിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഇട്ടാൽ പതിഞ്ഞു നിന്നോളും. ഇറങ്ങിപ്പോയി.